എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഇവിടെ സൂചിപ്പിച്ച രാജൻ. ഞാൻ താലൂക്ക് വ്യവസായ ഓഫീസറായിട്ട് വിരമിച്ച വ്യക്തിയാണ്. അപ്പോ വളരെ ചുരുക്കം സമയമുള്ളൂ, മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പൊ പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ റിട്ടയർ ചെയ്ത ആ സമയത്ത് തന്നെ കോവിഡിന്റെ ലോക്ക്ഡൌൺ സമയത്തായിരുന്നു എന്റെ റിട്ടയർമെന്റ്. വീട്ടിൽ ഞാൻ, വൈഫിന്റെ അമ്മയുണ്ട്, എന്റെ അമ്മയുണ്ട്. അങ്ങനെ 4 പേരാണ് എന്റെ വീട്ടിലുള്ളത്. എന്റെ മകൻ കാനഡയിലാണ്, മകളെ വിവാഹം കഴിച്ചത്. ഞങ്ങൾക്ക് 4 പേർക്ക് ഒരുമിച്ച് കോവിഡ് ഉണ്ടായി. കോവിഡ് വന്നപ്പോ അമ്മമാരെ ഏജ്ഡ് അല്ലേ, അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്കുള്ള ഒരു ആശങ്ക അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോകുമോ എന്ന ഭയം ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ ഉറക്കത്തിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരെ പോയി നോക്കാറുണ്ട്. പക്ഷെ അമ്മമാർക്കല്ല, എനിക്കും വൈഫിനാണ് ഇത്തിരി ക്രൂഷ്യലായത്, ഇത്തിരി പ്രശ്നമായിട്ട്. കാരണം എനിക്കുള്ള ഒരു ഇഷ്യൂ ഉണ്ടായത്, എനിക്കൊരു ബ്രീത്തിങ് ഇഷ്യൂ ആണ് ഉണ്ടായിരുന്നത്. എനിക്ക് മുൻപ് ശ്വാസമുട്ടോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോ ഇത് കോവിഡ് വന്നപ്പോ ശ്വസിക്കാൻ പറ്റുന്നില്ല. ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോ ഇൻഹേലർ ഉപയോഗിക്കാനായിട്ടാണ് നിർദ്ദേശിച്ചത്. 3 നേരം ഇൻഹേലർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ശ്വസിക്കാനായിട്ടുള്ളത് ഒന്ന് കൺട്രോൾ ആയത്. എന്റെ വൈഫ് ഡയബറ്റിക് ആണ്. ഗ്ലൂഫോമിൻ G240, ഗ്ലൈസിഫേജ് SR500 2 തരം മെഡിസിൻസ് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. അവർക്ക് കൈകാൽ തരിപ്പ്, വേദനകളും നീർക്കെട്ട് പ്രശ്നങ്ങളൊക്കെ മുൻപേ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ആയിരുന്നില്ല വിഷയം. കോവിഡ് ഒക്കെ മാറി 2 മാസത്തോളമായിട്ട് എന്നെ സംബന്ധിച്ച് ഈ ഇൻഹേലർ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ഇൻഹേലർ ഉപയോഗിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ട്. വൈഫിനെ സംബന്ധിച്ച് ഈ മെഡിസിൻസ് എടുത്തുകൊണ്ടും ഷുഗർ ലെവൽ താഴോട്ട് വരുന്നില്ല. വീണ്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് 2-3 തരം മെഡിസിൻസ് വീണ്ടും പ്രിസ്ക്രൈബ് ചെയ്ത് അത് ഉപയോഗിച്ചിട്ടും അവരുടെ ഷുഗർ ലെവൽ താഴോട്ട് വരുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് വളരെയധികം ആശങ്കയിലായി. ഇനി എന്താ ചെയ്യുക എന്നുള്ള ഒരു രൂപമില്ലാത്ത അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് സത്യത്തില് എന്റെ മെന്റർ കൂടിയായ എന്റെ പ്രിയപ്പെട്ട സ്നേഹമുള്ള മണി സാർ എന്നെ ഫോണിൽ വിളിക്കുന്നത്. ഒരു ദൈവനിശ്ചയം പോലെയായിരുന്നു സത്യത്തില്. ഞാൻ ആകെ ഭയന്നിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ആ കോൾ എനിക്ക് വന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാഷെ, വളരെ അമേസിംഗ് റിസൾട്ട് തരുന്ന ആയുർവേദ പ്രോഡക്ട്സ് മാർക്കറ്റിംഗ് ഒരു കമ്പനിയായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് നിലവിൽ ഷുഗറിനുള്ള അലോപ്പതി മെഡിസിൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, ഈ കമ്പനിയുടെ പ്രോഡക്ട്സുകളാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല, സുധയുടെ മാഷിന് അറിയാലോ, സുധയ്ക്ക് ശ്വാസമുട്ടുള്ളത്. സുധയുടെ ശ്വാസമുട്ട് നിശേഷം മാറിപ്പോയി. അത് പറഞ്ഞപ്പോ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ശ്വാസമുട്ട് മാറി എന്ന് പറയുന്നത് വെറുതെ പറയാൻ പറ്റില്ലല്ലോ. ആ വ്യക്തിയെ വീണ്ടും കാണുമ്പോൾ അവർക്ക് ശ്വാസമുട്ടുള്ള സമയത്താണ് കാണണമെങ്കിൽ നമുക്കത് കളവ് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട്, സിന്ധുവിന് എന്റെ വൈഫിന് ഇങ്ങനെ ഷുഗർ കുറയാത്തൊരു പ്രശ്നമുണ്ട്, അതിന് പറ്റിയ പ്രോഡക്ട്സ് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ആ സമയത്താണ് സന്തോഷ് സാറും മണി സാറും കൂടിയിട്ടാണ് എന്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സ് തന്നത്. എനിക്ക് തന്നത് ആകെ കൂടി ഡീടോക്സ് കുർക്കുമിൻ. ഡീടോക്സ് തന്നു, രാവിലെ വൈകിട്ട് വരെ കുർക്കുമിൻ കഴിക്കാൻ പറഞ്ഞു. ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങി വെറും 3 ദിവസമായോ എന്റെ ഈ ബ്രീത്തിങ് ഇഷ്യൂ എന്ന് പറയുന്ന സമയം അത് മുതൽ പിന്നെ ഇപ്പൊ ഈ സംസാരിക്കുന്ന സമയം വരെ പിന്നെ എനിക്ക് ഇൻഹേലറിന്റെ ആവശ്യം വന്നില്ല. സത്യത്തിൽ ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് അത്ഭുതമായി, ഞാൻ അത്ഭുതപ്പെട്ടു ശരിക്കും. അപ്പൊ ഇത് കണ്ടപ്പോ ഞാൻ മണി സാറിനെ വിളിച്ചു. മണി സാറെ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, വളരെ അമേസിംഗ്, വളരെ ആപ്റ്റ് വേർഡ് തന്നെയാണ്. അതിന് വേറെ വേർഡില്ല, ആപ്റ്റ് വേർഡ് തന്നെ, അമേസിംഗ് റിസൾട്ട് തന്നെയാണ്. പക്ഷെ ഇത് എങ്ങനെ സാധിക്കുന്നത്? അത് വേറൊന്നില്ല പക്ഷേ, അത് കുർക്കുമിൻ ഉപയോഗിക്കണമെന്നില്ലേ? ആ കുർക്കുമിനാണ് 120 പരം അസുഖത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ആ കുർക്കുമിനാണ് ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഈ പ്രശ്നത്തൊക്കെ ഇത്രയും പെട്ടെന്ന് ഇല്ലാതാക്കിയത് എന്ന് എനിക്കൊരു മറുപടി കിട്ടി. വൈഫിനെ സംബന്ധിച്ച് ഡീടോക്സ് ചെയ്തു, അപ്പോഴൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും അവർക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഡീടോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷുഗർ ലെവൽ താഴോട്ട് വരാനായിട്ട് നമ്മൾ കൊടുക്കുന്ന കോമ്പിനേഷൻ ഓഫ് പ്രോഡക്ട്സ് ഉണ്ടല്ലോ, ആ ഷുഗർ പേഷ്യൻസിന് കൊടുക്കുന്ന, ഡയബറ്റിക് പേഷ്യൻസിന് കൊടുക്കുന്ന കോമ്പിനേഷൻ ഓഫ് പ്രോഡക്ട്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ പ്രോഡക്ട്സ് ഉപയോഗിച്ച് ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞപ്പോ ഇവരുടെ നീർക്കെട്ട്, വേദനകളൊക്കെ വളരെ കാര്യമായിട്ടുള്ള കുറവ് സംഭവിച്ചു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എന്നാൽ നിന്റെ ഷുഗർ ലെവൽ താഴോട്ട് ആയിട്ടുണ്ടാവും, നമുക്ക് ഒരു കാര്യം ചെയ്യാം, 1 മാസമായിട്ട് ലാബില് എല്ലാ മാസം ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകും, ടെസ്റ്റ് ചെയ്ത് നോക്കാം, 1 മാസം ആവട്ടെ. അങ്ങനെ 1 മാസം കഴിഞ്ഞ് വീണ്ടും ലാബില് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടെ തലേ മാസം ഉണ്ടായിരുന്ന 255 ഷുഗർ ലെവൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ മാസം ഈ പ്രോഡക്റ്റ് കൺസംഷന് ശേഷം അവരുടെ ഷുഗർ ലെവൽ 119 കുറഞ്ഞു കിട്ടി. ഞാൻ സ്വന്തമായിട്ടൊരു സംരംഭം ആരംഭിക്കണമെന്നായിരുന്നു എന്റെ മനസ്സിലാഗ്രഹം റിട്ടയർമെന്റിന് ശേഷം. വെറുതെ എനിക്ക് താല്പര്യമില്ല. അപ്പൊ സ്വന്തമായിട്ട് സംരംഭം ആരംഭിക്കണമെന്നുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കറിയാലോ. അത് കോവിഡിന്റെ ഈ സമയത്ത്
തീർച്ചയായിട്ടും ഞാനും വൈഫുമായിട്ട് ആലോചിച്ചു. അങ്ങനെ ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ് മണി സാറിനെ, നിങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയാണ് ഞാൻ ഈ മഹത്തരമായിട്ട് പ്രസ്ഥാനത്തിലേക്ക് എത്തിച്ചേർന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ വളരെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവിധ ഒരു അഡീഷണൽ ഇൻകമായിട്ട് നമ്മുടെ ആരോഗ്യം ഒരു അഡീഷണൽ ഇൻകം മാത്രവുമല്ല, അതിനോടൊപ്പം തന്നെ നമുക്ക് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ടൂർ പാക്കേജുകൾ അതൊക്കെ ചുറ്റിക്കറങ്ങി കാണാനായിട്ട് ഒരു അവസരം കൂടിയാണ് നമുക്ക്. അങ്ങനെ 3 കാര്യങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കിട്ടുന്ന ഒരു പ്രസ്ഥാനത്തിനാണ് നമ്മൾ ഏവരും പ്രവർത്തിക്കുന്നത്. ഏവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വിഷു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.